തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ ഒരു മരണം കൂടി. തൃശൂർ സ്വദേശി രാകേഷാണ് മരിച്ചത്. ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്നു. ലെവിൻ കെ വിജയൻ ചേർന്നു. ലെവിൻ, വളരെ സങ്കടകരമായ കാര്യം. എപ്പോഴായിരുന്നു മരണം സംഭവിച്ചത്? വിശദാംശങ്ങൾ. ശ്യാമലി, രാവിലെ 9:40 കൂടിയാണ് മരണം സംഭവിച്ചിട്ടുള്ളത്. തൃശൂർ കുണ്ടന്നൂർ സ്വദേശിയായ മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ ഇരയായിട്ടുള്ള രാകേഷ് എന്ന 40 വയസ്സുകാരനായ ചെറുപ്പക്കാരനാണ് മരിച്ചിട്ടുള്ളത്. ദിവസങ്ങളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അപകടം നടന്ന സമയത്ത് തന്നെ രാകേഷിന് തീവ്രമായി പരിക്കേറ്റിരുന്നു. രാകേഷിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഒട്ടേറെ പ്രയാസപ്പെട്ട ആണ്. ആ മുണ്ടത്തിക്കോട് പാടം താണ്ടിക്കൊണ്ട് ശരീരഭാരം ഏറെയുള്ള രാകേഷിനെ രക്ഷാപ്രവർത്തകർ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വളരെ പ്രയാസപ്പെട്ടിരുന്നു. ആ വെടിക്കെട്ടിനൊപ്പം തന്നെ തൃശ്ശൂരിലെ പുലിക്കളി സംഘങ്ങളുടെയും പ്രധാന മുഖമായിരുന്നു രാകേഷ് എന്നുള്ള കാര്യമാണ് ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കാൻ കഴിയുന്ന കാര്യം. 40% പൊള്ളലേറ്റിരുന്നു രാകേഷിന്. അതുകൊണ്ട് തന്നെ എമർജൻസി ബേണിംഗ് ICUവിലായിരുന്നു രാകേഷ് ചികിത്സയിലുണ്ടായിരുന്നത്. ദീർഘദിവസങ്ങളായ ആശുപത്രി അധികൃതരും മെഡിക്കൽ കോളേജ് ആരോഗ്യ വിദഗ്ധരുമെല്ലാം രാകേഷിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നെങ്കിലും അപകടത്തിന്റെ ഇരയായി അദ്ദേഹം മരണപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസം രാകേഷിനെ സന്ദർശിച്ച മുൻമന്ത്രി VS സുനിൽകുമാർ കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ചിരുന്നു. ആ സമയത്ത് രാകേഷിന്റെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് സുനിൽകുമാർ പറഞ്ഞത്. CPIയുടെ അനുഭാവി കൂടിയായിരുന്നു. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആലങ്കോട് ലീലാകൃഷ്ണന് വേണ്ടി പുലിക്കളി വേഷത്തിലടക്കം സ്ഥാനാർത്ഥിയുടെ ചിത്രങ്ങൾ തന്റെ ശരീരത്തിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് തന്റെ രാഷ്ട്രീയ ആഭിമുഖ്യം കൂടി പലപ്പോഴും വ്യക്തമാക്കി. അതിൽ സജീവമായി പ്രവർത്തിച്ച ആളാണ് രാകേഷ് എന്നുള്ള കാര്യമാണ് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നത്. ഇതായാലും മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ ഇതിനോടകം തന്നെ 16 മരണമായി ആ മരണസംഖ്യ ഉയർന്നിരിക്കുന്നു. 13 പേരുടെ മൃതദേഹങ്ങൾ 13 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. ഇനിയും തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളുണ്ട്. അതുകൂടി തിരിച്ചറിഞ്ഞാൽ മാത്രമേ ആരൊക്കെ ആണ് മരിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തോടു കൂടി ഉറപ്പ് നൽകാൻ സർക്കാർ വൃത്തങ്ങൾക്കും ആവുകയുള്ളൂ. ഏതായാലും തൃശൂർ പൂരത്തിന് മുന്നോടിയായി നടന്ന അത്തരത്തിലൊരു വലിയ ദുരന്തം ആ തൃശൂർ പൂര ദിവസവും ആ പൂരത്തിന്റെ സമാപന ദിവസവും അത് മരണമായി നമുക്ക് മുന്നിൽ എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഏതായാലും ഇതിനോടകം തന്നെ മരണപ്പെട്ട ആളുകളുടെ സംസ്കാര ചടങ്ങുകളടക്കം പൂർത്തീകരിച്ചു. ശേഷിക്കുന്ന ആളുകൾ മരണാസന്നരായി ഇനിയും ആശുപത്രിയിൽ 2 പേർ ഉണ്ട്. എത്ര പേരാണ് ചികിത്സയിലുള്ളത് ആശുപത്രിയിൽ?